എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു മുട്ടക്കറി എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുന്നതിനെക്കാട്ടിലും സിമ്പിളും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റും അതുപോലെ മീഡിയം സൈസിലുള്ള ഒരു സവാളയും തൊലി കളഞ്ഞിട്ട് സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളകും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ഇപ്പോൾ ചേർക്കുന്നില്ല, എരിവ് വേണ്ടാത്തതുകൊണ്ടാണ്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജോലി കഴിയും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. ഇതിനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1/4 മുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലോ അല്ലെങ്കിൽ വലിയ ജാറിലോ നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പച്ചക്കാണ് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നത്, വറുത്ത മല്ലിപ്പൊടിയല്ല. 1 ടീസ്പൂൺ മുതൽ 1.25 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനത് 4 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അളവിലാണ് ഈ ഒരു കറി ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു മുട്ടക്കറിയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പെരിഞ്ചീരകമാണ് ചേർക്കുന്നത്. പച്ച പെരിഞ്ചീരകം അതൊരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് മസാലപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ പെരിഞ്ചീരകമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇതുപോലെ ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പച്ചക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിൽ മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. ഈ ഒരു കഷ്ണങ്ങൾ ഇനി ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. കുറച്ച് കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ക്യാരറ്റ് ഒരുപാട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് താളിച്ച് ചേർക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാത്രം ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും അതുപോലെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനിവിടെ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അരപ്പിനൊരു പച്ചമണം ഉണ്ടാകും, ആ ഒരു മണം മാറാൻ വേണ്ടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഒരു 5 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ഇളക്കുകയാണെങ്കിൽ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ പച്ചമണം ഏകദേശം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ മിക്സി കഴുകിയ വെള്ളവും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കഷ്ണങ്ങളിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവി നന്നായിട്ട് പച്ചമണമൊക്കെ മാറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കുറുകിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അപ്പമൊക്കെ ആണെങ്കിൽ കുറച്ച് കുറുകിയിട്ടിരിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി പുട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഈ ഒരു കറി ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇത് നന്നായിട്ട് എല്ലാം വെന്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ മുട്ട കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. മുട്ട 2ആയിട്ട് മുറിച്ചിട്ട് ഇടാം. മുട്ടയിൽ ഞാനൊന്ന് വരഞ്ഞിട്ടാണ് ഈ ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല നാടൻ ടേസ്റ്റുള്ള ഒരു തേങ്ങ അരച്ച മുട്ടക്കറിയാണ്. നല്ല പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെയാണ്, അധികം മസാലക്കൊത്തൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്